കായംകുളത്തെ KSRTC വക സ്ഥലം 2 മീറ്റർ റോഡിനായി വിട്ടുനൽകുന്നതിനും മതിൽ പൊളിച്ച് പിന്നിലേക്ക് മാറ്റി നഗരസഭയുടെ ചെലവിൽ നിർമ്മിക്കുന്നതിനുമുള്ള അനുമതിക്കായി ഗതാഗത വകുപ്പിനോട് അഭ്യർത്ഥിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി. KP റോഡിൽ പഴയ ട്രഷറി സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്തെ 2 മീറ്റർ സ്ഥലം വിട്ടുനൽകുന്നതിനും മതിൽ 2 മീറ്റർ പിറകിലേക്ക് മാറ്റി നഗരസഭയുടെ സ്വന്തം ചെലവിൽ പുനഃസ്ഥാപിക്കുന്നതിനും അനുമതി നൽകണമെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പിനോട് അഭ്യർത്ഥിക്കുവാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളതായി ചെയർമാൻ അറിയിച്ചു. കായംകുളം KSRTC വക സ്ഥലം 2 മീറ്റർ റോഡിനായി വിട്ടു നൽകുന്നതിനും മതിൽ പൊളിച്ച് പിന്നിലേക്ക് മാറ്റി നഗരസഭയുടെ ചെലവിൽ നിർമ്മിക്കുന്നതിനുമുള്ള അനുമതിക്കായി ഗതാഗത വകുപ്പിനോട് അഭ്യർത്ഥിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്തതായും ചെയർമാൻ അറിയിച്ചു. MC റോഡും മറ്റ് പ്രധാനപ്പെട്ട റോഡുകളും ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കായംകുളം പുനലൂർ റോഡ്. ഈ റോഡിൽ കായംകുളം TB റോഡിലെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം KSRTC ബസ് സ്റ്റാൻഡിന് തെക്ക് ഭാഗത്താണ് ഉള്ളത്. ഈ റോഡിന്റെ ഭാഗത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി തെക്ക് ഭാഗത്തെ KSRTC വക സ്ഥലമാണ് 2 മീറ്റർ റോഡിനായി വിട്ടു നൽകുന്നതിന് അനുമതി തേടുന്നത്. മതിൽ പൊളിച്ച് പിന്നിലേക്ക് മാറ്റി നഗരസഭയുടെ ചെലവിൽ നിർമ്മിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കായംകുളം പുനലൂർ സംസ്ഥാന റോഡിൽ കായംകുളം പോലീസ് സ്റ്റേഷന് പടിഞ്ഞാറ് പഴയ ട്രഷറി സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ഏറ്റവും വീതി കുറഞ്ഞതും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതുമായ നിലയിലാണ്. ഇതിനാൽ ട്രഷറി സ്ഥിതി ചെയ്യുന്നതിന്റെ തെക്ക് ഭാഗത്ത് റോഡിനോട് ചേർന്ന സ്ഥലം 2 മീറ്റർ വീതി കൂട്ടുന്നതിനായി വിട്ടു നൽകുന്നതിനും ഇപ്പോഴുള്ള മതിൽ 2 മീറ്റർ പുറകിലേക്ക് മാറ്റി നഗരസഭയുടെ സ്വന്തം ചെലവിൽ പുനഃസ്ഥാപിക്കുന്നതിനും അനുമതി നൽകണമെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പിനോട് അഭ്യർത്ഥിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.